ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നല്ലേ. അപ്പോൾ പറഞ്ഞുതരാം. എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ നിങ്ങളെടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് സൺഡേ ആണ്, പോരാത്തിന് എൻ്റെ ഹെയർ വാഷ് ഡേയും കൂടിയാണ്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാം എന്ന് കരുതി. ഞാൻ ഹെയർ ഡെയിലി വാഷ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ മാത്രമേ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, എന്താ ഈ ഡെയിലി ഹെയർ വാഷ് ചെയ്യാത്ത അയ്യേ എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ ഹെയർ ഞാൻ ഡെയിലി വാഷ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് പൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പം ഡെയിലി ഹെയർ വാഷ് ചെയ്യാത്തതിന് ശേഷമാണ് എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫാൾ കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് ഒന്ന് ഫോളോ അപ്പ് ചെയ്യാന്നുള്ളത് വിചാരിച്ചത്. അപ്പം ഇന്ന് എൻ്റെ ഹെയർ അത്യാവശ്യം നല്ല ഡ്രൈ ആണ്, കുറച്ചൊരു ഇങ്ങനെ കട്ടി പിടിച്ചിട്ടാണ് കിടക്കുന്നത്. ഞാൻ മുടി ചീകിയിട്ടില്ല, അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയിലാണ് മുടി കിടക്കുന്നത്. അപ്പം എൻ്റെ ഹെയർ ഈ ഒരു അവസ്ഥയിൽ നിന്നും നല്ലൊരു അവസ്ഥയിലേക്ക് എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഹെയറിൽ ചെയ്യുന്നത് എന്നാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ്സ്, ഹെയർ ഓയിലും ഷാമ്പുവും സെറം, അങ്ങനത്തെ കുറച്ച് പ്രോഡക്റ്റ്സും പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ഹെയറിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന 1-2 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ ചീർപ്പ് വെച്ചിട്ട് ഫസ്റ്റ് തന്നെ മുടി ചീകാറില്ല. കൈ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് എൻ്റെ ഹെയർ മാടിയതിന് ശേഷം, അതായത് ചീകിയതിന് ശേഷം ഈ കുടുക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ചിക്ക് കിട്ടുക എന്നൊക്കെ പറയില്ലേ, അതൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ചീർപ്പ് യൂസ് ചെയ്യാറുള്ളൂ. കമ്പാരിറ്റീവ്ലി ചീർപ്പ് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ലെങ്ത്തിൽ, സ്കാൽപ്പിൽ ഞാൻ ചീർപ്പ് യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ലെങ്ത്തിൽ ചീർപ്പ് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അതാണ് ഞാൻ ഒന്നാമത് ശ്രദ്ധിക്കുന്ന കാര്യം. രണ്ടാമത് തന്നെ നമ്മൾ ചീർപ്പ് എടുക്കുന്ന സമയത്ത് ഈ പല്ല് വിട്ടിട്ടുള്ള ചീർപ്പ് എടുക്കുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും. ഞാൻ അധികം അങ്ങനത്തതാണ് യൂസ് ചെയ്യൽ. പ്രത്യേകിച്ച് വുഡൻ കോമ്പൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന വുഡൻ കോമ്പ്. ഈ വുഡൻ കോമ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഹെയർ ഫാൾ നന്നായിട്ട് നമ്മളെ കുറയ്ക്കാനും അതേപോലെ തന്നെ ഇങ്ങനെ ഓവർ മുടി പൊട്ടി പോവാതിരിക്കുകയും ചെയ്യും. നമ്മൾ കണ്ടോ, ഈ ലെങ്ത്തിൽ മാറുന്ന സമയത്ത് ഭയങ്കര സ്പേസ് വരും, അതായത് തന്നെ മുടി പൊട്ടിപ്പോവുകയും ഊരിപ്പോരൊന്നുമില്ല. ഇത് ഞാൻ പർപ്പിളിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്, എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ വുഡൻ കോമ്പോ. അപ്പം അത് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ മുടി നന്നായിട്ട് ചീകിയെടുക്കാൻ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കണം. നമ്മുടെ മുടി നന്നായിട്ട് തൊഴിഞ്ഞു പോകാനുള്ള കാരണം ഹൈഡ്രേറ്റഡ് അല്ലാത്തതുകൊണ്ടാണ്. സോ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നാലാമത്തെ കാര്യം, വീക്ക്ലി ഞാൻ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. വീക്ക്ലി ഞാൻ എന്തെങ്കിലും ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്തത് ഉലുവ ഹെയർ പാക്കാണ്. ഒന്നുമില്ല, 2 സ്പൂൺ ഉലുവ നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം പിറ്റേ ദിവസം ആ വെള്ളം കൂട്ടിയിട്ട് ഉലുവ നന്നായിട്ട് അടിച്ചെടുക്കുക, നന്നായിട്ട് അരയ്ക്കുക, നല്ല സോഫ്റ്റാക്കി അരയ്ക്കുക. എന്നിട്ട് തലയിൽ സ്കാൽപ്പിലും ലെങ്ത്തിലൊക്കെ തേച്ചിട്ട് ഒരു 20 to 30 മിനിറ്റ്സ് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയുക. ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ ഫാൾ ഒന്ന് കുറയ്ക്കാനും അതേപോലെ തന്നെ ഹെയർ ലെങ്ത്ത് നല്ല സോഫ്റ്റാക്കി വെക്കാനൊക്കെ ഉലുവ പാക്ക് സഹായിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഹെയർ പാക്ക് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഡെയിലി ഷാമ്പു ഇടാതിരിക്കുക. ഞാൻ നന്നായിട്ട് ഹെയർ ഓയിൽ ചെയ്യുന്ന ദിവസം മാത്രമേ ഷാമ്പു ഇടാറുള്ളൂ. അതും ഞാൻ ചിലപ്പം 2 വീക്സ് കൂടുമ്പോഴോ അങ്ങനെയൊക്കെ മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനത്തെ പാക്കുകൾ കാര്യങ്ങളൊക്കെയാണ് ട്രൈ ചെയ്യാറ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. പിന്നെ അതേപോലെ ഒരു നല്ലൊരു ഹെയർ ഓയിലും നല്ലൊരു ഷാമ്പൂ, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഹെയറിന് പ്രോപ്പറായിട്ട് പറ്റുന്ന ഒരു നല്ല ഷാമ്പൂവും കണ്ടീഷണറും ഹെയർ ഓയിലും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ നമ്മൾ കുളിച്ചതിന് ശേഷം മുടി ഭയങ്കരമായിട്ട് പാറി നിൽക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ചീർപ്പെടുത്ത് ചെയ്യാനോ അതേപോലെ കൈയെടുത്തിട്ട് മാടാനോ നിൽക്കരുത്. നമ്മൾ എന്തെങ്കിലും ഒരു സെറം യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മുടി മാടാൻ പാടുള്ളൂ. സെറം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഒന്നും കൂടെ പൊട്ടാതെ സോഫ്റ്റായിട്ട് നിൽക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പേഴ്സണലി ശ്രദ്ധിക്കാറുള്ളത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ആദ്യം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ, സീക്രട്ട് ബ്ലാക്ക് ചാം ഹെയർ ഫാൾ കൺട്രോൾ ഓയിൽ. ഇത് യൂസ് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു ലെവലിലൊക്കെ എത്തിയിട്ടുണ്ട്. ഞാനിത് ഒരുപാട് റിവ്യൂസൊക്കെ കണ്ട് ഞാനൊരു ഹെയർ പ്രൊഡക്റ്റ് എന്നല്ല, ഏത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും മാക്സിമം അതിനെക്കുറിച്ചിട്ട് അന്വേഷണമൊക്കെ നടത്തിയിട്ടാണ് വാങ്ങാറ്. ഇതും അതേപോലെ തന്നെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് കുറേ റിവ്യൂസൊക്കെ നോക്കി ഭയങ്കര എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ട് തന്നെയാണ് ഞാൻ മേടിച്ചത്. കുറേ പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇവൻ പേർലി മണി ചാനലിൽ കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ അഹാന കൃഷ്ണ യൂസ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. പോരാത്തവർ സെലിബ്രിറ്റീസ് മാത്രമല്ല കേട്ടോ, ഇവരുടെ പേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഒരുപാട് ആൾക്കാർ ഇത് യൂസ് ചെയ്തിട്ട് ഹെയർ ഫാൾ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റിവ്യൂസ് ഞാൻ വായിച്ചിട്ടുണ്ട്.
അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു ഒന്ന് യൂസ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചൊരു എന്താ പറയുക ഒരു ഭാഗ്യ പരീക്ഷണത്തിന് മേടിച്ചതായിരുന്നു. ഇത് കുറച്ച് റേറ്റുള്ള സാധനമാണ്. ഇതിന് 1049 ആണ്. എനിക്കിത് ദിവാലി സെയിലോ എന്തോ ഒരു സെയിലിലാണ് ഞാനിത് മേടിച്ചത്. സോ എനിക്കിതൊരു 800 സംതിങ്ങിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓയിൽ മാത്രമായിട്ട്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ്. ഇത് ഒരിക്കലും പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല, സ്പോൺസേർഡ് ഒന്നുമല്ല. എൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ്. എനിക്ക് ഭയങ്കര റിസൾട്ട് കിട്ടിയൊരു സാധനമാണ് ഈ ഹെയർ ഓയിൽ കേട്ടോ. ഞാൻ ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്തതിന് മുന്നേ നല്ല ഹെയർ ഫോൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഹെയർ ഫോള് നന്നായിട്ട് എൻ്റെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓയിലിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഹെയർ ഫോൾ കൺട്രോളിങ് മാത്രമല്ല, ഹെയർ ലെങ്ത്ത് വയ്ക്കാനും എനിക്ക് ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ബ്ലാക്ക് ചാം ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഇത് ഭയങ്കര അടിപൊളി ഐറ്റമാണ്. എനിക്ക് നല്ല എന്താ പറയുക നല്ല ഒരു പോസിറ്റീവ് റിവ്യൂ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുകയാണത്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഷേക്ക് ചെയ്ത് യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ 5 to 10 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യണമെന്നും 1 മണിക്കൂറൊക്കെ പിടിപ്പിക്കണമെന്നും പറയാറുണ്ട്. ഞാനിതൊരു 1/2 hour ഒക്കെ തലയിൽ വെച്ച് പിടിപ്പിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല ഹെയർ ഫാൾ, നല്ല സിവിയർ ഹെയർ ഫാൾ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ രാത്രി ഇത് തേച്ച് കിടന്നുറങ്ങിയിട്ട് രാവിലെ ഹെയർ വാഷ് ചെയ്യാനും പറ്റും. ആഴ്ചയിൽ 3 തവണ യൂസ് ചെയ്താൽ മതി. അപ്പം എനിക്കിത് ഭയങ്കര അഫോർഡബിൾ അല്ല, ക്യാഷ് കുറച്ച് കൂടുതലാണെങ്കിലും അതിന് ഭയങ്കര വേർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹെയർ ഓയിലാണ് ഞാൻ എൻ്റെ തലയിൽ തേക്കാറുള്ളത്. ഞാൻ അതിൻ്റെ ഒരു പ്രൊസീജിയർ കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിനൊരു മൈൽഡ് കളറാണ് കേട്ടോ. നല്ല സ്മെല്ലുമാണ്. നല്ലൊരു എന്താ പറയുക ഒരു ഹെർബൽ സ്മെല്ലാണ്, ഒരു ഓർഗാനിക് സ്മെല്ലാണ്. ഞാനിത് കുറച്ച് എടുത്തിട്ട് എൻ്റെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേക്കും. ഒരുപാട് ബേബി ഹെയർസ് ഒക്കെ കേട്ടോ ഇവിടെയൊക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഹെയർ ഓയിൽ നന്നായിട്ട് എൻ്റെ സ്കാൽപ്പിലും ലെങ്ത്തിലൊക്കെ തേച്ച് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ എൻ്റെ ഹെയറിൽ ഫുള്ള് ഹെയർ ഓയിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? ഈ ഹെയർ ഓയിലിട്ട് ഞാൻ ഫുള്ള് ഹെയറൊക്കെ നന്നായിട്ട് മാടിയിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഹെയർ ഓയിലൊക്കെ ഇട്ട എൻ്റെ ഹെയർ. ഞാൻ തറ്റത്തും എൻ്റെ ഹെയറിൻ്റെ ടിപ്പിലും ഞാൻ ഹെയർ ഓയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ ഹെയർ ഓയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടിപ്പിലും ഹെയർ ഓയിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഹെയർ ഓയിലിങ് കഴിഞ്ഞു. ഇനി ഞാനൊരു 1/2 മണിക്കൂറോളം ഈ ഹെയർ ഓയിൽ തലയിൽ പിടിപ്പിച്ച് വെക്കും. അതിന് ശേഷമാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പു ഇതാണ്. ആക്സ് ഗുഡ്നെസ്സിൻ്റെ ഫെനുഗ്രീക്ക് ബയോട്ടി പിന്നെ റിഡൻസിലുള്ള ആൻറ്റി ഹെയർ ഫോൾ ഷാമ്പു ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഓൾ ഹെയർ ടൈപ്സിന് പറ്റും. എൻ്റെ ഹെയർ ടൈപ്പ് ഒരു കോമ്പിനേഷൻ ഹെയർ ആണ്. ഓവർ ഡ്രൈയും അല്ല, എന്നാൽ ഓവർ ഓയിലും അല്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പിന്നെ ഫെനുഗ്രീക്ക് ഉള്ളത് കൊണ്ട്, ഫെനുഗ്രീക്ക് എന്ന് പറഞ്ഞാൽ ഉള്ളിയാണ് കേട്ടോ. ഫെനുഗ്രീക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഹെയർ ഫാൾ ഒരു പരിധി വരെയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ബയോട്ടിൻ നമ്മളുടെ ഹെയർ ഫോളിക്കിൾസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യും. അതായത് ഹെയർ ഇങ്ങനെ ഊരി പോകാതിരിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. റിഡൻസിന് നന്നായിട്ട് ഹെയർ ഗ്രോത്തിനെ ആക്സിലറേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിന് പാരാബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, അതേപോലെ തന്നെ സിലിക്കൺ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് റേറ്റ് വന്നിട്ട് 325 റുപ്പീസാണ്, 325 റുപ്പീസാണ്. ഇത് 290 ml ആണ് കേട്ടോ വരുന്നത്. എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഷാമ്പും കൂടിയാണത്. ഇതിനെന്താ ഇവിടെ വരെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഞാൻ യൂസ് ചെയ്തതാണ്. എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആണ്. ഹെയർ ഫാൾ ഒരു പരിധിവരെയൊക്കെ കുറയ്ക്കാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് നമ്മളുടെ കയ്യിലെടുത്തിട്ട് നനഞ്ഞ ഹെയറിലേക്ക് തേച്ച് ഒരു 2 മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കഴുകി കളയാവുന്നതേ ഉള്ളൂ. ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് പറയുന്നുണ്ട്. നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഫെനുഗ്രീക്ക് തന്നെയാണ് കേട്ടോ. ഫെനുഗ്രീക്ക് നമുക്ക് നന്നായിട്ട് മുടി ഒഴിച്ചിലൊക്കെ കൺട്രോൾ ചെയ്യാനും സ്മൂത്തൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ആവും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഷാമ്പു തേക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞ് ഇതാ വന്നു. എൻ്റെ മുടിയിൽ ഫുൾ ഷാമ്പൂ ഒക്കെ തേച്ച് വന്ന് നല്ല ഫ്രഷ് ആയ ഫീൽ ഉണ്ട്. അപ്പോൾ എൻ്റെ ഷാമ്പൂവിനെ കുറിച്ച് പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ കരുതുന്നത്. നല്ല ഐറ്റമാണ് കേട്ടോ, അടിപൊളി സാധനമാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ട് പൊതുവെ തോർത്തിനെടുത്തിട്ട് മുകളിൽ കെട്ടാറാണ് പതിവ്. ഇപ്പം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് റീസെൻ്റ്ലി മേടിച്ചൊരു സാധനമാണിത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയ ബട്ടൺസ് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു എലാസ്റ്റിക്കും ഉണ്ട്. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ മുടി ഫുള്ളെടുത്ത് മുന്നോട്ടേക്ക് ഇടണം. അതിനുശേഷം ഇത് ഇങ്ങനെ മുടിൻ്റെ ഉള്ളിലാക്കുക. മുടി ഫുള്ളി ക്ലോത്തിൻ്റെ ഉള്ളിൽ ആയി എന്നുള്ള ഉറപ്പ് വരുത്തണം കേട്ടോ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. കണ്ടോ? ഇതുപോലെ ഒന്ന് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് മുടി ഫുൾ ഇതിൽ തന്നെ ആക്കണം, പുറത്തേക്ക് വരാൻ പാടില്ല. ഷോർട്ട് ഹെയർ ആകുമ്പോൾ അത്ര പ്രശ്നമില്ല. ലോങ് ഹെയർ ഒക്കെ ആകുമ്പോൾ നമ്മൾ മുടി മടക്കിയിട്ട് ഉള്ളിലാക്കേണ്ടി വരും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു എലാസ്റ്റിക് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? അത് നമ്മളുടെ ഇത് ബാക്കോട്ട് കൊണ്ടുവന്നിട്ട് ഈ എലാസ്റ്റിക്കിൽ ഇത് ജസ്റ്റ് ക്ലിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മളെ തലയിൽ കിരീടം വെച്ചൊരു ഫീലൊക്കെ ഉണ്ടാവും, പക്ഷെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ ക്ലോത്ത് ഭയങ്കര സോഫ്റ്റ് ആണ്. പിന്നെ നമ്മുടെ മുടിയിലുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഇത് അബ്സോർബ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ശരിക്കും ഈ തോർത്ത് വെച്ച് കെട്ടുന്നതിനേക്കാളും കുറച്ചും കൂടി എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് ഇതാണ് കേട്ടോ. ഇതാ ഇങ്ങനെ ഉണ്ടാവും, ഒരു കിരീടമൊക്കെ വെച്ച ഫീൽ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് സാധനം ഉണ്ടാവുക. നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇത് അയച്ച് കളയാവുന്നതാണ്. ഇപ്പൊ ജസ്റ്റ് നമ്മളുടെ ഹെയറിലുള്ള വെള്ളമല്ലേ, അത് നന്നായിട്ട് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനത് കെട്ടി വെച്ചത്. ഞാനൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അഴിച്ചിട്ടിട്ട് സാധാരണ കാറ്റൊക്കെ കൊണ്ടിട്ട് തന്നെയാണ് ഹെയർ ഉണക്കാറ്. നമ്മൾ ഒരു കാരണവശാലും ഹീറ്റ് ടൂൾസ് ഒന്നും യൂസ് ചെയ്തിട്ട് ഹെയർ ഉണക്കാൻ പാടില്ല. കാരണം നമ്മുടെ ഹെയറിന് ഹീറ്റൊക്കെ കൂടുതൽ ഹീറ്റ് വരുന്ന സമയത്ത് ഹെയർ പൊട്ടിപ്പോകാനുള്ള ചാൻസും സ്പ്ലിറ്റൻസ് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ ചൂടുള്ള ഹീറ്റ് ടൂൾസ് ഒന്നും യൂസ് ചെയ്തിട്ട് ഹെയർ ഉണക്കാറില്ല. അധികം ഇങ്ങനെ ഫ്രീ ആക്കി ഇട്ടിട്ട് ഉണക്കാറാണ് പതിവ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കഥ. ഓക്കെ, അപ്പം നമുക്ക് ഒന്ന് ഡ്രൈ ആയിട്ട് കാണാം. അപ്പം എൻ്റെ മുടി ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ? ലൈറ്റ് കുറച്ചും കൂടെ ഒന്ന് ഉണങ്ങാനുണ്ട്, പക്ഷെ ഇവിടെയൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്ട്സിൻ്റെ ലിങ്കോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സെറംസ് ഒന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്യുന്ന സെറംസ് അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് തന്നെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ, അല്ലെങ്കിൽ എൻ്റെ ഹെയർ വാഷ് ഡേ ഇങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ മുടി കെട്ടി വെക്കുള്ളൂ. നന്നായിട്ട് ഉണങ്ങിയിട്ട് മുടി നന്നായിട്ട് കൈകൊണ്ട് ചീകിയിട്ട് ഞാൻ കെട്ടി വെക്കും. രാത്രി കിടക്കുന്ന സമയത്ത് ഞാൻ മുടി വേലോട്ടേക്ക് കെട്ടി വെച്ചിട്ടാണ് കിടക്കുക. പിന്നിടാറ് ഇപ്പം ഇല്ല. ലെങ്തുള്ള സമയത്ത് മുടി പിന്നിടാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ മുടി മുകളിലേക്ക് കെട്ടി വെച്ചിട്ട് കിടക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. മുടി മുകളിലേക്ക് കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങാനാണ് പതിവ്. എപ്പോഴും നമ്മൾ മുടി കെട്ടി വെച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. മുടി അയച്ചിടാതെ കുറച്ചും കൂടെ അതായിരിക്കും നന്നാവുക. അപ്പം ഞാൻ ഏകദേശം ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പറയാം കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം അങ്ങനെയൊക്കെയാണ്. അപ്പം എൻ്റെ ഹെയർ ഇപ്പം എനിക്ക് നല്ല ഒരു റീഫ്രഷിങ് ഫീൽ ഉണ്ട്. കാരണം ഷാമ്പൂ വാഷൊക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ല സുഖമുണ്ട്. പിന്നെ ഈ ഷാമ്പൂവിന് നല്ല സ്മെല്ലാണ് കേട്ടോ. ഓവർ കുത്തുന്ന സ്മെല്ലൊന്നുമില്ല, പക്ഷെ അത്യാവശ്യം നല്ല സ്മെല്ലാണ്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഹെയർ കെയർ വീഡിയോ വിശേഷങ്ങൾ. ഇനി എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ റിപ്ലൈ വരുന്നതായിരിക്കും. ഏതെങ്കിലും പ്രോഡക്ട്സിൻ്റെ ലിങ്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് കേട്ടോ. പിന്നെന്താ, അത്രയൊക്കെയല്ലേ. അപ്പോൾ ഓക്കെ ഗൈസ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നല്ലൊരു ഹെയർ കെയർ ആണ്. നല്ലൊരു ഹെയർ കെയർ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നല്ലൊരു ഷാമ്പൂ, നല്ലൊരു ഹെയർ ഓയിൽ, അതേപോലെ തന്നെ നല്ല രീതിയിൽ ഹെയർ ഡ്രൈ ചെയ്യാനും ഹെയർ മാറുന്ന
ചെയ്യുന്ന കാര്യത്തിലൊക്കെ പ്രോപ്പറായിട്ട് ഒരു കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യാം. അതേപോലെ വെള്ളം നന്നായിട്ട് കുടിക്കാൻ നോക്കാം, നന്നായിട്ട് വെള്ളം കുടിക്കുക നല്ല രീതിയിൽ. അതേപോലെ ചിലപ്പോൾ നല്ല ഹെയർ ഫോൾ, പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ഹെയർ ഫോൾസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ടായിരുന്നു. അതേപോലെ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ഹെയർ ഫോൾസ് ഒക്കെ ഉണ്ടാവാം. അതിന് കറക്റ്റായിട്ട് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള റെമഡീസും കാര്യങ്ങളും കിട്ടും. പിന്നെ വിറ്റാമിൻസിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിലും ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മുടെ ബോഡിയിൽ ഹെയർ ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. സോ അതെല്ലാം പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് അതിനനുസരിച്ചിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നല്ലൊരു ഹെൽത്തി ഡയറ്റ് തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്രയൊക്കെയാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.